LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പെൻഷൻ 3000 രൂപയാക്കുമെന്നാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അതേസമയം തന്നെ അധികാരത്തിൽ വരികയാണെങ്കിൽ 3000 രൂപ പെൻഷൻ നൽകുമെന്ന് കോൺഗ്രസും പറയുന്നു. നാട്ടിലെ മനുഷ്യർക്ക് ഏത് മുന്നണിയുടെ വാക്കുകളിലാണ്, ആരിലാണ് വിശ്വാസം? നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് നാട്ടിലെ ആളുകളോട് നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ, പെൻഷൻ കിട്ടുന്നുണ്ടോ? ഹലോ, കിട്ടുന്നുണ്ട്. ഈ മാസത്തെ കിട്ടിയോ? ഈ മാസം 4000 രൂപ കിട്ടി. 4000 രൂപ കിട്ടി. 4000 രൂപ. അപ്പോൾ വിഷുവൊക്കെ അടിച്ചു പൊളിക്കാലോ. വിഷു അടിച്ചു പൊളിക്കുന്നത് നമ്മുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ കൊല്ലം മരിക്കുന്നവരാ ഞങ്ങൾ ആ പാർട്ടി തന്നെ. ഇപ്പോഴേ ഇപ്പൊ 4000 രൂപ 2 മാസത്തെ കിട്ടി. വിഷുവിന്റെ ഒക്കെ കൂടി 2 മാസം ഒരുമിച്ച് കിട്ടി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രകടന പത്രികയിൽ 3000 രൂപയാക്കുമെന്നാണ് സർക്കാർ LDF പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഉറപ്പുണ്ട്? ഉറപ്പുണ്ട്, 100% ഉറപ്പാണ്. 100%, 101% ഉറപ്പാണ്. അത് വേറെ കാര്യം ചോദിക്കട്ടെ. അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ പ്രകടന പത്രിക വന്നിട്ടുണ്ട്. അവരും പറയുന്നു 3000 തരുമെന്ന്. അതിൽ വിശ്വാസം എവിടെ? എന്താ അത്? 18 മാസത്തെ കുടിശ്ശിക വെച്ചിട്ടില്ല അവർ പോയത്. എന്നിട്ട് അത് കൊടുത്തു തീർത്തത് LDF ഗവൺമെൻറ് വന്നപ്പോഴാണ്. എന്നിട്ട് അവർ 3000 കൊടുക്കുമെന്ന് പറഞ്ഞു. അത് പറ്റിക്കൽ തന്നെ. അത് വിശ്വാസമില്ല? ഇല്ല ഇല്ല ഇല്ല. അത് നമ്മുടെ KC വേണുഗോപാൽ കുറച്ചു കാലം മുമ്പ് പറഞ്ഞത് പെൻഷൻ കൈക്കൂലിയാണെന്നാണ്. അതിനെക്കുറിച്ച് അവർ ആദ്യമേ തന്നെ കൈക്കൂലി നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് കരുണാകരൻ്റെ കാലത്ത്. അമ്മ പെൻഷൻ കിട്ടുന്നുണ്ടോ? എത്ര രൂപ കിട്ടി? 4000. 4000 രൂപ കിട്ടി. വിഷു അടിച്ചു വിളിക്കാമല്ലോ. സന്തോഷമായോ? മുടങ്ങാതെ കിട്ടാറുണ്ടോ? അതേസമയം തന്നെ നമ്മുടെ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് അവർ വന്നാലും 3000 കൊടുക്കും. അതില്ല, അത് കഴിഞ്ഞ ഈ 10-18 മാസത്തെ പെൻഷൻ തരാണ്ടി 600 വെച്ചിട്ട് തരാണ്ടിരുന്നിട്ട് ഇവർ വന്നിട്ടാണ് ഇതൊക്കെ തന്ന് അവസാനിപ്പിച്ച. ഇപ്പം മുൻകൂറും വിഷുവിൻ്റെ കാശ് കിട്ടി. ഞങ്ങൾ ഇവർക്ക് തന്നെ ചെയ്യുള്ളൂ. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ വാക്കിൽ വിശ്വാസം ഇല്ല ഇല്ല. അത് ഈ തരാതിരുന്നതുകൊണ്ടാണോ? അല്ലെങ്കിൽ അവരെ വിശ്വാസമില്ലേ ഞങ്ങൾക്ക്. പെൻഷന്റെ കാര്യമല്ല, മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇവര് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഒരു സംശയമില്ലേ അതില്. ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് നടക്കൂലെന്നാണ് അവര് പറയണത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ പറയാൻ കാരണം ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നശിച്ചു പോലേ. അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? അമ്മയ്ക്ക് പെൻഷൻ ഉണ്ട്. അതും കൃത്യമായി വരുന്നുണ്ട്. നമ്മുടെ പെൻഷനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിട്ടാണ്. പെൻഷൻ കിട്ടുന്നുണ്ടോ? കൃത്യമായിട്ട് ഈ മാസം കിട്ടി. എന്റെ ഭാര്യയ്ക്കും കിട്ടി. വീട്ടിൽ രണ്ടുപേർക്കും കിട്ടി. ഈ മാസം 4000 കിട്ടി. 4000 കിട്ടി. 2 കൂടെ ചേരുമ്പോൾ 8000 രൂപ. 8000 രൂപ. ഗംഭീര ഈസ്റ്ററൊക്കെ ഗംഭീരാക്കാം. ഇപ്പൊ ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പ്രകടന പത്രിക പുറത്തിറക്കി പറഞ്ഞിട്ടുണ്ട്, സർക്കാർ LDF സർക്കാർ വീണ്ടും വന്നു കഴിഞ്ഞാൽ 3000 രൂപ പെൻഷൻ തരുമെന്ന്. അതിനെക്കുറിച്ച് എന്താ ചേട്ടാ തോന്നുന്നത്? അത് കറക്റ്റായിട്ട് കിട്ടും. 3000-ലും കൂടുമെന്നാ എന്റെ സംശയം. എന്താ വെച്ചാൽ ഈ 600 പോയി 2000 അപ്പൊ ഈ 3000 പറഞ്ഞാൽ 5 കൊല്ലം എത്തുമ്പോഴേക്കും അത് 5000 ആവുന്ന എന്റെ പ്രതീക്ഷ. അപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസമാണ്? 100%. UDFന്റെ ഈ സതീശനോ അവരുടെ പ്രകടന പത്രികയൊക്കെ ഈ നാട്ടുകാരെ കണ്ണിടാനാണ്. ഇന്നലെ ഇതിപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ അതേ സമയത്ത് തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അവർ വന്നാലും 3000 തരുമെന്ന്. അതിൽ വിശ്വാസമുണ്ട്? അതിൽ യാതൊരു വിശ്വാസമില്ല. നമ്മുടെ പേരെന്താ? എൻ്റെ പേര് ഓമന. ഞാനേ ഈ പെൻഷനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നാ. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ വീണ്ടും ഈ സർക്കാർ LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 3000 രൂപ പെൻഷൻ ആക്കും. അമ്മയ്ക്ക് അതൊരു വിശ്വാസം ഉണ്ട്. കാരണം 2000 വരെയാക്കിയത് LDFന്റെ കഴിഞ്ഞ പ്രകടന പത്രികയിലെ കാര്യങ്ങളാണ് LDF സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2000 ആക്കിയ LDF സർക്കാർ പിണറായി വിജയന് മുഖ്യമന്ത്രിക്ക് 3000 ആക്കാൻ കഴിയും. കേന്ദ്രം നമ്മളെ സഹായിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി അത് ഉണ്ടാക്കും. ഇല്ല, ഒരു സംശയമില്ല. ഇല്ല. അപ്പോൾ വേറെ കാര്യം ചോദിക്കട്ടെ. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ് അതിനുശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അവർ 3000 രൂപ തരുമെന്ന്. അതിൽ വിശ്വാസമുണ്ടോ? ഇല്ല. എന്താ വിശ്വാസം? കാരണം 18 മാസത്തെ പെൻഷൻ മുടക്കിയിട്ട് പിണറായി മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അത് കൊണ്ടുപോയി ആൾക്കാർക്ക് കൊടുത്തത്. പെൻഷനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്ന. പെൻഷൻ വാങ്ങുന്ന ആളാണോ? പെൻഷൻ വാങ്ങുന്ന ആളാണ്. അപ്പോൾ ഈ മാസത്തെ കിട്ടിയോ? ഈ മാസത്തെ പെൻഷൻ 4000 രൂപ കിട്ടി. 4000 രൂപ അടിച്ചു വിളിക്കാം. വിഷു കളറായി അല്ലേ? ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ആ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിൽ വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷക്കാലം ഗവൺമെൻറ് ഭരിച്ചിട്ട് മുടങ്ങാതെ പെൻഷൻ കൊടുത്തു ഗവൺമെൻറ്. അത് മാത്രമല്ല, അന്ന് ഒരു അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയാണ് പെൻഷൻ. ഇന്നിപ്പോൾ അത് 2000 രൂപയ്ക്ക് ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ചു. ഞാനത് എനിക്ക് വായനാശീലമുള്ള ഒരാളാണ്. എൻ്റെ ഒരു ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ രാജ്യത്ത് ആദ്യമായിട്ട് പെൻഷൻ പ്രഖ്യാപിച്ചത് നായനാരാ.
അന്ന് പ്രതിപക്ഷം പറഞ്ഞത് ഇത് പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞേ എല്ലാം വായിച്ച് തറവാക്കി വെച്ചിരിക്കുക. ആ ഞാൻ വായനാശീലമുള്ളത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അന്ന് 40 രൂപ പെൻഷൻ, 45 രൂപ. അന്ന് മറ്റേ കരുണാകരനാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം എന്ന് പറഞ്ഞത് ഈ നാട്ടിൽ പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെൻഷനെ കുറിച്ചുള്ള രണ്ട് മുന്നണിയുടെ സമീപനത്തെക്കുറിച്ച് നാട്ടിലെ മനുഷ്യർക്ക് പറയാനുള്ളത് എന്താണ് എന്നാണ് നമ്മൾ കേട്ടത്. അവർക്ക് ആരിലാണ് വിശ്വാസമെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരിടത്ത് കാണാം.